മാജിക്കില് നമ്മള് ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ലക്ഷ്മി അതൊക്കെ ലക്ഷ്മി ഈ ക്രിസ്മസ് ആയിട്ട് എന്തിനാ ഈ ഓണത്തുമ്പി ഇവിടെ വന്നിരിക്കുന്നത്? അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ഓണത്തുമ്പി. പഴയ പ്രാണസിന്റെ കാലത്തുള്ള ഓണത്തുമ്പി. ഓണത്തുമ്പി അല്ല, ഓണവണ്ട്. ഈ പണ്ട് കാലത്ത് കാലത്തെ കഥ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നത് കേട്ടു. ആ കാലത്ത് ഞാൻ ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷെ ഈ തൊട്ട് തീണ്ടല്, അയിത്തം, വർണ്ണ വിവേചനം, ആ കാലമൊക്കെ മാറി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെ. പക്ഷെ എന്നെ മാത്രം ഇങ്ങനെ അകറ്റിയിരുത്തിയത് എനിക്ക് പിന്നെ പഴയ കാലം ഓർമ്മ വരുന്നു. അതെന്താ അറിയോ, ആദ്യം പറഞ്ഞ കോമഡി ഇല്ല, ഒരു കഥ പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് അകറ്റിയിരുത്തിയതാ. വല്ല കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടാ. അവിടെ ചെന്നിരുന്ന ഞാൻ ഇവിടെ ഇരിക്കായിരുന്നു. പിന്നെ അവിടെ ഇരുന്നായിരുന്നോ റിമിക്ക് കണ്ണു കിട്ടുമല്ലോ. പോടാ. ശരിക്കും അയ്യോ ഇത് സീരിയസ് ആയോ? അവൻ സീരിയസാ. എനിക്ക് എന്തെങ്കിലും കിട്ടിയാ മതി. ആ വൃദ്ധന്റെ തിമിരത്തിലുള്ള ശസ്ത്രക്രിയക്കുള്ള പൈസ കൊടുത്തത് അസൂയണ്ട. ഒരു പ്രാവശ്യം പൊളിഞ്ഞ സാധനം വീണ്ടും കളിച്ചു കയറ്റാനുള്ള നിന്റെ സംഭവിച്ചു. ഈ കേക്ക് ഇല്ലാണ്ടൊരു ക്രിസ്മസ് സെലിബ്രേഷൻ അത് ശരിയാണോ? അല്ല. ഈ കേക്കും ഞാനും ഒരു ബന്ധമുണ്ട്. പെങ്കടമാനാണോ? യൂട്യൂബിൽ ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സബ്സ്ക്രൈബർ ആണ്. അതൊക്കെ ഒരു കാലം. ശരിക്കുള്ള റിമി ടോമിയെ കുറിച്ച് പറയൂ. വീട്ടില് ഫ്രീ ടൈമിൽ ഉറങ്ങുകയാണോ അതോ ഇതുപോലെ തന്നെ കുട്ടാപ്പിക്കും എല്ലാവരും കള്ളത്തടി വെട്ടാൻ പോകണോ? മറയൂര്. അല്ല, ഒരു കാര്യം സത്യമാണ്, ഞാൻ ഉറങ്ങാറുണ്ട് രാത്രിയിൽ. ഞാനടുത്ത് ബിനുവാടിമാലി സൈസ് കോമഡി അടിക്കും. അല്ലല്ല, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരാൾക്ക് പറ്റും കോമഡി അടിക്കാൻ. ആർക്കാന്നറിയോ? എങ്ങനെ സാധിക്കുന്നതല്ലേ ചോദിച്ചത്? സാദിഖ്. എന്റെ കിരീടം ഞാൻ അങ്ങ് കൊടുക്കാൻ പോകും. കേക്കിന്റെ കഥ ഓവൻ വരെ എത്തിയിരിക്കുന്നു. കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് വരുന്ന സമയം തൊട്ട് ഈ പ്ലം കേക്ക്. അതിനെ വെല്ലാൻ ഒരു കേക്കും. അതും വേറൊരു കാര്യമുണ്ട്, ഇത് കേരളത്തിന് വെളിയിൽ നമ്മൾ കഴിച്ചോ ഈ ടേസ്റ്റ് കിട്ടുന്നില്ല. ബാക്കി കേരളത്തിൽ നിന്നാണ് നമ്മുടെ അല്ല നമ്മുടെ ടേസ്റ്റ് കിട്ടുന്നില്ല. ക്രിസ്മസ് വന്നോ ഒരു പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കിയ വൈനാണെങ്കിൽ പിന്നെ സന്തോഷം. ശരി, ആരൊക്കെ തവണ വീട്ടിൽ വൈനിട്ടു? കരിപ്പെട്ടി കേക്ക് ഉണ്ട്. 2 കേക്കുകൾക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഗെയിമിലേക്ക് പോവാണ്. കേക്കിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു ഇൻട്രോ ഇട്ട് തരാം. എടാ തങ്കച്ച കേക്കിന് വരെ ഇൻട്രോ. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ. പാടാം. പൈകിളി മലർത്തേൻ കിളി വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തി കിളി, പൈങ്കിളി മലർത്തി കിളി. അല്ല, 1000 കണ്ണുമായെന്ന് പറയുമ്പോ 500 പേര് കാത്തിരുന്നു. അതെ, കണക്ക് ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരും. അതിലൊരു കിളിയാണ് ഇവന്റെ തലേന്ന് പറഞ്ഞു. ചേച്ചി സൂപ്പർ സോങ്. എന്തായാലും ഇതുപോലെ തന്നെയാണ് പണ്ടത്തെ കാലത്ത് ഒരു കഷ്ണം കേക്കിനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ പലരും കൊതിച്ചിട്ടുണ്ടാവും. പപ്പാനി അല്ലേ തങ്കു? അങ്ങനെ എന്തെങ്കിലും കഥയുണ്ടോ? പണ്ടത്തെ കാലമായോണ്ട് അങ്ങനെ കളിയാക്കരുത്, പണ്ടത്തെ കാലത്തുള്ള ആളല്ലത്.